ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനും അതുപോലെ കളമശ്ശേരി കുസാറ്റിനൊക്കെ വളരെ അടുത്തായിട്ടാണ്. ഈ കാണുന്ന വീട്ടിൽ നിന്ന് കളമശ്ശേരി കുസാറ്റിലേക്ക് വെറും 3.7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. സീപോർട്ട് എയർപോർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് നൈപുണ്യ സ്കൂൾ അവിടെ അടുത്താണ്. വെറും 4.2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നല്ല ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ ഭംഗിയായിട്ട് നല്ല ലാൻഡ് അളവിലും നല്ല സ്ക്വയർ ഫീറ്റിലും ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടതാണ്, ഒന്നുകൂടെ കണ്ടോളൂ. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 6 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 11 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. കുസാറ്റിലേക്ക് ഞാൻ പറഞ്ഞു 3.7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് ഇവിടെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് കുസാറ്റ് മെട്രോ സ്റ്റേഷൻ ആണ്. 5.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ആലുവയാണ് അടുത്തുള്ളത്. 7.9 കിലോമീറ്റർ ആണ്. നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ നല്ലൊരു സ്കൂൾ വേണമെങ്കിൽ തൊട്ടടുത്ത് വിദ്യോദയ സ്കൂൾ ഉണ്ട്. വെറും 1.2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. സീപോർട്ട് റോഡിലുള്ള നൈപുണ്യ സ്കൂളിലേക്ക് 4.2 കിലോമീറ്ററും. ഹോസ്പിറ്റൽ ഫെസിലിറ്റി നോക്കുവാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 1.7 കിലോമീറ്റർ. സൺറൈസ് നമുക്ക് അടുത്ത് തന്നെയാണ്. 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് ഇവിടെ കുറച്ച് വീടുകളുടെ കൂടി വർക്കുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വീതിയുള്ള വഴി തന്നെയായിരിക്കും ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിലൂടെയും വരുന്നത്. മതിൽ നോക്കിക്കോളൂ, ഭംഗിയായ ഡിസൈൻ ആണ്. നല്ല ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് മിഡിൽ പോർഷനിലൊക്കെ ആണെങ്കിൽ സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ പില്ലറുകൾ വന്നിട്ട് ഭംഗിയുള്ള കളർഫുൾ ലൈറ്റ് കൂടാതെ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഭംഗിയായിട്ട് 2 വൈറ്റ് കളറിലുള്ള ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് എലിവേഷൻ ആയിട്ട് വീടിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല നീളവും വീതിയും ഒക്കെ ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഷോ വാൾ തന്നെ നമുക്കുണ്ട്. അതിനകത്ത് ടെക്സ്റ്റൈൽ വർക്കുകളും ബ്രിക്ക് മോഡലുള്ള വർക്കുകളും ഒക്കെ കൊടുത്തിട്ട് കളർഫുൾ പെയിന്റും കൊടുത്ത് ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ ഷ്രിങ്കിൾസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ ഷേപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ഷോ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും അതുപോലെ LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന എലിവേഷൻ ആണ് ഈ കാണുന്ന വീടിനുള്ളത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്കാണ് ചെല്ലുന്നത്. നമുക്ക് അവിടെ ഒരു പോർച്ചാണ് കിട്ടുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ്. ടോട്ടൽ ഇവിടെ നമുക്ക് 3 വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഹാഫ് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് കിട്ടുന്നത്. ഈ ഒരു വോൾ നോക്കിക്കോളൂ, ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ നമുക്ക് സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. ഇനി ഗ്രാസ് പിടിപ്പിക്കുന്ന വർക്കുകളും കൂടെ മാത്രമാണ് പെൻഡിങ് ആയിട്ട് ഉള്ളത്. പില്ലർ വന്നാൽ നല്ല ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് വരുന്നുണ്ട്. ഒന്നാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. 2ഉം 3ഉം കാറുകൾക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അകത്തൂടെ പോകുന്ന മതിൽ നോക്കിക്കോളും, ഭംഗിയായിട്ട് ബ്രിക്ക് മോഡലുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കളർഫുൾ ആയിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെ വോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ഡിസൈനുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2ഉം 3ഉം കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിന്റെ ഡോറിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു ഏരിയ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്തെടുത്താൽ വർക്ക് ഏരിയയുടെ ഒരു സൗകര്യം കൂടി നമുക്ക് കിട്ടുന്നതാണ്. സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ടാണ് നീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല രീതിയിൽ വൈഡ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ചെടിച്ചട്ടികളൊക്കെ നടാനായിട്ട് വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്.
വീടിന്റെ സൈഡിലൂടെ നമ്മളിപ്പോ തിരിച്ചു നേരെ വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് വരുന്നത്. ഈ ഭാഗത്തും നല്ല രീതിയിൽ വൈഡ് ആയിട്ട് തന്നെയാണ് ഏരിയ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ നടന്ന് വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ആഴത്തിലുള്ള നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു കിണറാണ് ചെയ്തിരിക്കുന്നത്. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ സിറ്റ് ഔട്ട് ആണ്. നല്ല ഭംഗിയായിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കുറച്ചൊരു ഏരിയയിൽ സ്പേസ് ഇട്ടിട്ട് അവിടെ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഭംഗിയുള്ള ചെടികളൊക്കെ വയ്ക്കാനായിട്ട് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കട്ടിലകളൊക്കെ മാത്രം വന്നിട്ട് ആഞ്ഞിലിയിലും ബാക്കിയുള്ള ഡോറ് വിൻഡോ എല്ലാം തന്നെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് കൂടാതെ ഞാൻ നിൽക്കുന്നതിന്റെ നേരെ മുകളിൽ നോക്കിയാൽ ഷോ ലൈറ്റ് കൂടാതെ ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളുടെ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് തേക്കിൻ തടിയിൽ നല്ലൊരു ഡോർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് ഞാൻ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല നീളവും വീതിയുള്ള വലിയ ഫ്ലോർ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ കാണുന്ന ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് വിസിബിൾ ആണ്. ഏറ്റവും ടോപ്പ് റൂഫിൽ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളും വലിയൊരു ഹാങ്ങിങ് ലൈറ്റും ഒക്കെയാണ്, ഷാൻഡിയർ ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് വലിയ ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ താഴെയും വലിയ ഓപ്പണിംഗ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 4 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ കാണുന്ന കയറി വരുമ്പോൾ തന്നെ കാണുന്ന വലിയൊരു വോളിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ TV വെക്കാനായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് TV വെക്കാനുള്ള ഈ കാണുന്ന ഒരു ബോർഡ് വളരെ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിലും നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളുടെ ഇടയിലെല്ലാം തന്നെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ എല്ലാം ഈ ഒരു സൈഡ് പോകുന്ന ബോർഡർ ലൈനുകളുടെ കുറച്ച് ഭാഗങ്ങൾ റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു വലിയ വിൻഡോ കണ്ടു. ഈ വിൻഡോയുടെ ഈ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് ഒരു ഡോർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാം. ചെറിയൊരു പാഷീവ് ഏരിയയാണ് നമുക്ക് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മുകൾ ഭാഗത്തൊക്കെ ഗ്ലാസ് ഇട്ടിട്ട് സൈഡെല്ലാം പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനും ചെയർ ഇട്ടിരിക്കാനൊക്കെ നല്ലൊരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് കണ്ടു. ഇതിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 14.5 അടി നീളവും 10.5 അടി വീതിയുമുള്ള വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസ് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഓപ്പൺ ബോക്സുകൾ വരുന്നുണ്ട്. ചെറിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കുകളൊക്കെയാണ് വരുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് നീങ്ങി ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് ഈ സ്റ്റെപ്പുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് നല്ല സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വുഡൻ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിന് താഴെ വരുന്ന ഭാഗം നോക്കിയാലും നല്ല രീതിയിൽ ഓപ്പൺ ഷെൽഫുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ട് ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിൽ വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 3 വിൻഡോസ് കൊടുത്തുകൊണ്ടാണ്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം എല്ലാ വിൻഡോസും കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 12 അടി വീതിയുമുള്ള വലിയൊരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. ഏകദേശം 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് 3200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3200 സ്ക്വയർ ഫീറ്റിന്റെ എല്ലാ ക്വാളിറ്റീസും നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇവിടുത്തെ അകത്തുള്ള സ്പേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകുമ്പോഴും വാഷ് ഏരിയയുടെ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് മിഡിൽ പോർഷനിൽ നല്ല ഡിസൈൻ ഉള്ള ഒരു ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സെറയിലും ജാഗ്വാറിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ട് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ഡോറുകളും ഒക്കെ വെച്ച് ഭംഗിയായിട്ടാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്കിവിടെ കിച്ചൺ വരുന്നുണ്ട്. കിച്ചൺ തന്നെ കണ്ടിട്ട് വരാം. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്. എൻട്രൻസ് നോക്കിയാൽ കാണാം, നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്രോക്കറി ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഡോറുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. എൻട്രൻസിന്റെ താഴെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. മുകളിൽ നമുക്ക് 2 ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും കിട്ടുന്നുണ്ട്. കിച്ചൺ അകത്തേക്ക് എൻ്റർ ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കിച്ചണിന്റെ സ്ഥാനം വന്നിട്ട് നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. കിച്ചണിന്റെ ആ ഒരു ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ നിറയെ മുകളിലും താഴെയും 2 ലെയറിലും ഒക്കെ ആയിട്ട് ടോട്ടൽ 3 ലെയറുകളിലായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുതന്നെ കിച്ചണിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളെയൊന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഫ്രിഡ്ജിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ഭംഗിയായിട്ടുള്ള വൈറ്റ് കളറിൽ നല്ല കട്ട് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 2 വിൻഡോസും ആ ഭാഗത്ത് വേറെ 2 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും എല്ലാം വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള കിച്ചൺ ആണ്. 4-5 പേർക്ക് നിന്ന് ഇവിടെ മാനേജ് ചെയ്യാവുന്ന നല്ല സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാസ്തുപരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കിച്ചണിൽ നമുക്ക് ഈസ്റ്റിലോട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുക്കിംഗ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ റൂഫിൽ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ധാരാളമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്കാണ് ഇറങ്ങാവുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് ഈ സ്പേസ് വേണമെങ്കിൽ കവർ ചെയ്തെടുത്താൽ വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഫ്ലോർ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഇതിന്റെ ബ്രാൻഡ് നോക്കുവാണെങ്കിൽ RAK ബ്രാൻഡിന്റെ ടൈലാണ് നമുക്കിവിടെ ഫ്ലോറുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഇലക്ട്രിക്കിന്റെ സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും അവിടെ ആയിട്ടാണ്. നമുക്ക് ഈ 1ാമത്തെ ബെഡ്റൂം തന്നെ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബെഡ്റൂം ആണ്. നമുക്കിത് സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഡബിൾ കോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് ഉടൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ കാണുന്ന വോളിൽ നമുക്ക് 2 സിംഗിൾ വിൻഡോസും കിട്ടുന്നുണ്ട്. നമുക്കൊരു കോട്ട് ഇവിടെ ഇട്ടിട്ട് പോലും ഈ ഒരു റൂമിൽ വീണ്ടും നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്ഥലം ധാരാളം ഉണ്ട്. അപ്പൊ വലിയൊരു ബെഡ്റൂം തന്നെയാണ്. 13 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂമിന് വരുന്നത്. ഈ കാണുന്ന വോളിന്റെ മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പ്ലേസസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു റിച്ച് ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് മിറർ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിന്റെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂം ടൈലുകൾ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൗഡ്സ് ഒക്കെ ഉള്ളത് പോലത്തെ ഒരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഓൾറെഡി ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് വെറ്റ് ഏരിയ സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. ഭംഗിയായ ടൈലുകളാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിന്റെയും ജെറയുടെയും ഒക്കെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. 1ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കണ്ടത്. 2ാമത്തെ ബെഡ്റൂം വരുന്നത് ആ ഒരു എൻഡ് പോർഷനിലാണ്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 12 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെയും നമുക്ക് ഫർണിഷ്ഡ് ആയിട്ടാണ്. കോട്ട് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആണ് വരുന്നത്. 2 സിംഗിൾ വിൻഡോസ് ഇവിടെയും ആ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ബ്ലൂ കളറും അതുപോലെ വുഡൻ കളർ കോമ്പിനേഷനിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് നല്ല ഗോൾഡൻ ഹാൻഡ് റൈൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളാണ്. ആവശ്യത്തിന് മാത്രമാണ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബെഡ്റൂമുകളെല്ലാം തന്നെ ചെറിയൊരു സൈഡ് ടേബിൾ കൂടി വരാനുണ്ട്. അതുകൂടി ഇവിടെ ഫിക്സ് ചെയ്യാനുണ്ട്. തൽക്കാലത്തേക്ക് അത് നമ്മളുടെ ഈ ഒരു ബാത്റൂമിനകത്താണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്.
ഈ ഒരു ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഇവിടെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെറയുടെയും ജാഗ്വാറിന്റെയും ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് കയറി വന്നത്. ആ ഭാഗത്തെ വോളിൽ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പണിംഗ് ചെക്ക് കൊടുത്തിട്ട് പെർഗോള മോഡലിലാണ്. ഉള്ളിൽ മുഴുവനും ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ആ ഗ്യാപ്പുകളിലൊക്കെ ചെറിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വോളിൽ നല്ലൊരു ഷോ ലൈറ്റ് ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. വളരെ വലിയൊരു വിഡ്ത്തും ലെങ്ത്തും ഒക്കെയുള്ള വലിയൊരു ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, വെർട്ടിക്കലി നോക്കിയാലും ഹൊറിസോണ്ടലി നോക്കിയാലും വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ നേരെ കടന്നു വന്ന ഈ ഒരു ഭാഗത്തിന്റെ റൂഫ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടുള്ളതും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടാണ് റൂഫിലുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ ഇത്രയും ഭാഗം ഒരു പോർഷൻ ആയിട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് എൻട്രൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. വലിയ വൈഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ആ എൻട്രൻസ് കടന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള വലിയൊരു അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. താഴെ കണ്ടതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. PVC പാനലിംഗ് വരുന്നുണ്ട്. ഡിസൈനുള്ള ബോർഡുകൾ വരുന്നുണ്ട്. സൈഡിലൊക്കെ ഓപ്പൺ ഷെൽഫുകളും താഴെ നല്ല ബ്ലൂ ഷെയ്ഡിലുള്ള ഡോറുകളൊക്കെ വെച്ചിട്ട് ഭംഗിയായിട്ടാണ് കബോർഡും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് നമുക്ക് വലിയൊരു വിൻഡോ തന്നെ കിട്ടുന്നുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന വലിയൊരു ഫെസിലിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ ലൈനും അതുപോലെ തന്നെ ആ പ്ലഗ് പോയിന്റും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു ഡോർ വരുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ്. ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ടെറസിന്റെ ഏകദേശം ഹാഫ് പോർഷനോളം ഇവിടെ നമുക്ക് വെള്ളമൊക്കെ വീഴാതെ റൂഫും സൈഡും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് നേരെ പോയി ചെല്ലുന്നത് ഓപ്പൺ ടെറസിലേക്കാണ്. ഇവിടെ നമ്മൾ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. നമുക്ക് മുകളിൽ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്തിട്ട് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഇവിടുത്തെ വാർഡ്രോബുകളാണ്. നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കി 2 സൈഡുകളിലും നിറയെ കബോർഡുകൾക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ഈ വോളിൽ 2 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ബാത്റൂം വരുന്നത്, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്ലൗഡിന്റെ കളറും ഡിസൈനും ഒക്കെയാണ് ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിൽ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വോളിലും ഫ്ലോറിലും എല്ലാം ടൈലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് സെറയുടെയും ജാഗ്വാറിന്റെയും ആണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് കിട്ടുന്നുണ്ട്. അത് ഭംഗിയായിട്ട് വുഡൻ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഏരിയയിൽ ഭംഗിയുള്ള ഫ്ലവർ പോട്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വീട് നല്ല ഭംഗിയുള്ള ഒരു അട്രാക്ഷൻ ലുക്ക് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയും ബെഡ്റൂമുകൾ തമ്മിൽ നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്ന പോലെ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 12.5 അടി വീതിയുമാണ് വരുന്നത്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലൊക്കെ വരുന്ന ഭാഗങ്ങളിലെല്ലാം സ്പേസ് ഇട്ടിട്ട് അതിനകത്തൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളർ തന്നെയാണ് ടൈലുകൾ വരുന്നത്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. നാലാമത്തെ ബാത്റൂമിനകത്ത് നോക്കിയാലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. 4 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം തന്നെ ഹാൻഡ് റൈൽസ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ടാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെയാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കാണുന്ന സ്പേസ് ഇതാണ്. മുകളിൽ നിന്ന് ഹാങ് ചെയ്തിരിക്കുന്ന ഷാൻലിയർ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. നമ്മൾ താഴെ നിന്നപ്പോൾ മുകളിലത്തെ ഈ ഒരു പോർഷനിൽ നമ്മൾ കുറച്ച് ഓപ്പണിങ്സ് കണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് കാണുന്ന വിൻഡോസ് ആണിത്.
അതുകൂടാതെ ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ ബാൽക്കണി സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്പേസ് നോക്കുവാണെങ്കിൽ ചെറിയൊരു ബാൽക്കണിയാണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ച് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ഭംഗിയായിട്ടുള്ള 3 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ ബാൽക്കണി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗത്ത് കൂടെ വരുമ്പോൾ ഇവിടെയായിട്ടാണ് മെയിൻ ബാൽക്കണി വരുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ബാൽക്കണി സ്പേസിലേക്കാണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. വളരെ വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊടുത്തിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനും അതുപോലെ കളമശ്ശേരി കുസാറ്റിനൊക്കെ വളരെ അടുത്തായിട്ടാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ഏരിയയിൽ, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരുപാട് വീടുകൾ ഇതിന് സമീപത്ത് പണിതിട്ട് വളരെ നിമിഷ നേരം കൊണ്ട് സെയിലായി പോയൊരു ഹിസ്റ്ററിയാണ് ഈ ഒരു ഏരിയക്കുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ മാർബിൾ ഹോംസിലൂടെ പലരും വന്ന് കണ്ട കസ്റ്റമേഴ്സ് ആണെങ്കിൽ അറിയാം, ഈ ഒരു ഭാഗത്ത് പണിത വീടുകൾ വളരെ പെട്ടെന്നാണ് സെയിലായി പോയത്. ഇവിടെ പണിതിരിക്കുന്ന പല വീടുകളും ഇതേ എലിവേഷനും ഇതേ മോഡലും ഉള്ള വീടുകൾ ഈ ലൊക്കേഷനിൽ ഉണ്ടോ എന്ന് ചോദിച്ച ഒരുപാട് എൻക്വയറികളാണ് നമുക്ക് വന്നിരുന്നത്. ആ സമയത്തെല്ലാം ഇവിടെ വേക്കന്റ് ലാൻഡുകളായിരുന്നു. ഇപ്പോൾ അത് ബിൽഡേഴ്സ് എടുത്ത് പർച്ചേസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിലൊരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. കളമശ്ശേരി കുസാറ്റിൽ നിന്ന് നമുക്ക് വെറും 3.7 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നാണെങ്കിൽ വെറും 4.2 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നല്ലൊരു ലൊക്കേഷനിലാണ്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നതെല്ലാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് 3200 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 3200 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ 4 ബാത്റൂമുകളും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ ഏരിയ ആണ്. നിങ്ങൾക്കറിയാം, 3200 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അകത്തും പുറത്തും ഒക്കെ നല്ല സ്പേസ് ആണ്. ലാൻഡ് ആണെങ്കിൽ 5 സെന്റ് വരുന്നുണ്ട്. കാർ പാർക്കിംഗ് നമുക്ക് 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല കിണർ വെള്ളമുണ്ട്. ഓപ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ KWയുടെ വാട്ടർ കണക്ഷൻ കൂടി എടുക്കാവുന്നതാണ്. ഇതുപോലെ സൗകര്യങ്ങളുള്ള ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,60,00,000 രൂപയാണ്. 1.60 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ അത് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. വീട് പർച്ചേസ് ചെയ്യുന്ന സമയം തുടങ്ങി കീ ഹാൻഡ് ഓവറിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മാർബിൾ ഹോംസ് എല്ലാ സപ്പോർട്ടുകളുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീടുകൾ കാണാനായിട്ട് എല്ലാവരും ഒരു ദിവസം മുമ്പെങ്കിലും വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുക. മാർബിൾ ഹോംസിന്റെ കൂടെ വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും വീടുകൾ കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു വീട് നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ വേണമെങ്കിലും തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ ലോൺ ഫെസിലിറ്റി കൂടി അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ വീട് കണ്ടല്ലോ, നല്ലൊരു ലൊക്കേഷൻ ആണ്. ആരും മറക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.